അരൂർ ദുരന്തത്തിൽ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. അങ്ങേയറ്റം സങ്കടം തളം കെട്ടി നിൽക്കുന്ന നിമിഷങ്ങളാണ്. വീട്ടിലേക്ക് ചേതനയേറ്റ ശരീരം കൊണ്ടുവരുമ്പോൾ ബന്ധുക്കളെ സംബന്ധിച്ചോളം തലമുറയിട്ട് കരയുന്നു. രാവിലെ മുതൽ കണ്ണീർ തളം കെട്ടി നിന്ന അന്തരീക്ഷമായിരുന്നു ആ വീട്ടിൽ കാണാൻ കഴിഞ്ഞത്. വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയ കുടുംബമാണ്. പെൺമകളുടെ ശാരീരിക അസ്വാസ്ഥ്യം അടക്കം രോഗാവസ്ഥയടക്കം അതിലൊക്കെ തന്നെ ഏക അത്താണിയായിരുന്നു, കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് ഇന്ന് ഈ ദുരന്തത്തിലകപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത്. ഷിനോജ് എത്തിച്ചേരുന്നുണ്ട്. ഷിനോജ്, വീട്ടിലേക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചേതനേറ്റ് ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. ഷിനോജ് രാവിലെ മുതൽ ആ വീട്ടിലുണ്ട്. ഇപ്പോൾ മൃതദേഹം കൊണ്ടുവരുമ്പോഴുള്ള അവിടുത്തെ സങ്കട കാഴ്ചകളും ഇനി എത്ര നേരം അവിടെ ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെയുള്ള പൊതുദർശനത്തിന് സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങിലേക്ക് കടക്കുക? പ്രതീക്ഷ അതിവൈകാരികമായ യാത്രയ്ക്കാണ് രാജേഷിന് ഈ നാട് നൽകുന്നത്. ഈ നാടിന് രാജേഷ് എന്തായിരുന്നു? ഈ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിൽ നിന്ന് രാജേഷ് എല്ലാ ആവശ്യങ്ങൾക്കും ഈ പള്ളിപ്പാട് എന്ന് പറഞ്ഞൊരു ചെറിയ നാട് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു രാജേഷ്. അത്തരത്തിലുള്ള രാജേഷിന് അതിവൈകാരികമായ യാത്രയ്ക്കാണ് നൽകുന്നത്. നൂറുകണക്കിന് ആളുകൾ, പല നാടുകളിൽ നിന്നൊക്കെ ആളുകൾ രാജേഷിന് അവസാനമായി ഒരു നോക്കി കാണുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക്, പള്ളിപ്പാടുള്ള വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയമനുസരിച്ച് 8 മണിക്ക് സംസ്കാര ശുശ്രൂഷ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ വന്നിരിക്കുന്ന ആളുകൾക്ക് ഒന്ന് കണ്ടുപോകണമെങ്കിൽ ആ 8 മണിക്ക് സംസ്കാര ശുശ്രൂഷ കഴിയുമോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയമാണ്. എന്തായാലും മൃതദേഹം ഇപ്പോൾ രാജേഷിന്റെ വീട്ടിനുള്ളിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന നടത്തുകയാണ്. വീട്ടിനുള്ളിൽ കുടുംബാംഗങ്ങൾക്കൊക്കെ കാണുന്നതിന് വേണ്ടി ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ വീടിനുള്ളിൽ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും പുറത്തേക്ക് ഇറക്കും. ആ സമയത്തായിരിക്കും ബാക്കിയുള്ളവർക്ക് അദ്ദേഹം കാണുന്നതിനുള്ള അവസരം ഒരു എന്തായാലും രാവിലെ മുതൽ നമ്മളിവിടെ വരുന്ന സമയത്തൊക്കെ തന്നെ വളരെ രീതിയിലുള്ള വൈകാരികമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിവൈകാരികമായി രാജേഷിന്റെ ഓർത്തെടുക്കുന്ന നിരവധി പേരെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഈ നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നിൽക്കുന്ന ഒരു ആ തരത്തിൽ തന്നെയാണ് ആളുകളൊക്കെ തന്നെ രാജേഷിനെ ആദ്യം ഓർക്കുന്നത്. പ്രത്യേകിച്ച് കുടുംബമായിരുന്നു രാജേഷിന്റെ ഏറ്റവും വലിയ, കുടുംബത്തിന്റെ ഏറ്റവും വലിയ അത്താണി രാജേഷ് ആയിരുന്നു. മകന് ഒരു ഫുട്ബോൾ താരമാക്കണം, മകനൊരു ജോലി വാങ്ങി നൽകണം രാജേഷിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ പുറത്താണ് രാവെന്നോ പകലെന്നോ ഇല്ലാതെ രാജേഷ് പണിയെടുത്തത്. രാവിലെ തൊഴിലാളിയായി ഓട്ടോറിക്ഷ ഓടിക്കും, രാത്രി ഇത്തരത്തിൽ പിക്കപ്പ് അങ്ങനെയുള്ള ചെറിയ പണിയെടുക്കും. നമ്മൾ നേരത്തെ സംസാരിച്ച പലരും പറയുന്നത് അവന് എന്ത് ജോലി ചെയ്യാനും മടിയില്ല. അവന്റെ കുടുംബം പോറ്റണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എന്ത് പണി, കോൺക്രീറ്റ് പണി, വാർക്കപ്പണി, അങ്ങനെ എല്ലാ പണിക്കും വിളിച്ചാൽ പോകുന്ന ആളാണ് രാജേഷ്. അത്തരത്തിൽ എന്താവശ്യത്തിനും ഈ നാടിന് വേണ്ടി ഉണ്ടായിരുന്ന ഈ കുടുംബത്തിന്റെ അത്താണി ഇപ്പോൾ യാത്രയാവുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി, നേരത്തെ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ വീട്ടിലെത്തേണ്ട ആളാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് തമിഴ്നാട് അംബാസമുദ്രത്തിലേക്ക് മുട്ട വാങ്ങുന്നതിന് വേണ്ടി ഇവിടുന്ന് രാജേഷ് പോകുന്നത്. ഇന്നലെ രാത്രി 10 മണിക്ക് അവസാനമായി വിളിച്ചപ്പോഴും പുലർച്ചയോടുകൂടി ഞാൻ വീട്ടിലെത്തും എന്ന അച്ഛന് വാക്ക് കൊടുക്കും. അങ്ങനെയാണ്. പക്ഷേ വിശലമായി വേദനയ്ക്ക് ശരീരമാണ് ഇപ്പോൾ രാജേഷിന്റെ വീട്ടിലേക്ക് അവസാനമായി എത്തുന്നത്. എന്തായാലും വീട്ടിനുള്ളിലെ പ്രാർത്ഥന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 8 മണിക്ക് സംസ്കാര ശുശ്രൂഷ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പക്ഷേ വലിയ രീതിയിൽ ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ വാർത്താ മാധ്യമങ്ങളോടൊക്കെ കണ്ടിറങ്ങിയ നിരവധിയായിട്ട് ആളുകൾ അവസാനമായി രാജേഷിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ പള്ളിപ്പാടുള്ള വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കണം. അത്രയും പേർക്ക് കണ്ട് പോകുന്നതിന് വേണ്ടി 8 മണിക്ക് സംസ്കാര ശുശ്രൂഷ കഴിയുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയാനുള്ളത്. ശരി, ഷിനോജാണ് വിവരങ്ങൾ, സങ്കട കാഴ്ചകൾ പങ്കുവച്ചത്. മൃതദേഹം രാജേഷിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 8 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്.